മിക്ക ട്രേഡേഴ്സും ഫൈറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് റിവെഞ്ച് ട്രേഡിങ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇമോഷണൽ സീരീസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യണമെന്ന് ആലോചിക്കുന്ന കാര്യവും റിവെഞ്ച് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ബിക്കോസ് എല്ലാവർക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പോയിൻ്റാണത്. ഞാനത് കൺട്രോൾ വെച്ചു, നിങ്ങൾക്കത് എങ്ങനെ കൺട്രോൾ വെക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ വാച്ച് ടിൽ ദി എൻഡ്. ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോവാണ്. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് യു ഗൈസ് ടു മിസ് എനിത്തിങ് ഔട്ട്. സോ വാച്ച് ടിൽ ദി എൻഡ് ആൻഡ് ലേൺ. ഓക്കെ, പെട്ടെന്ന് ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്നാപ്പ് ഓഫ് എ ഫിംഗർ നിങ്ങൾക്കത് കൺട്രോളിൽ വെക്കാൻ പറ്റില്ല. യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഷെയർ ചെയ്ത് തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് എന്തുകൊണ്ടാണ് റിവെഞ്ച് ട്രേഡിങ് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇലോൺ മസ്കും കുറച്ചധികം ഓൺട്രപ്രനറായിട്ടുള്ള ആൾക്കാരും ഫോളോ ചെയ്യുന്നൊരു തിയറി ഉണ്ട്, ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നുള്ള തിയറി. അതെടുത്തിട്ട് ട്രേഡിങ്ങിനകത്ത് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഇതിനെ എലിമിനേറ്റ് ചെയ്തത്. അതിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം എടുത്തിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെ ബേസിക് ട്രൂത്തിലേക്ക് പോകും, എന്നിട്ട് അതിനെ അവിടെ നിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നതിനുള്ള റീസൺ നമുക്ക് കണ്ടുപിടിക്കണം. ഇറ്റ്സ് മെയിൻലി ബിക്കോസ് ഓഫ് ഈഗോ ആണ് വിഷയം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈഗോ വെച്ചിട്ടുള്ള കുറച്ച് റീൽസ് ഒക്കെ കാണാറുണ്ട്. ബട്ട് സോഷ്യൽ മീഡിയ കാണുമ്പോൾ ഇതെല്ലാം മാസാണ്. ബട്ട് അതെടുത്ത് ട്രേഡിങ്ങിനകത്തോട് മാത്രം അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ഈഗോ ഈസ് ഗോയിങ് ടു ഹേർട്ട് യു റിയലി ബാഡ്. ഈഗോ കാരണമാണ് നമ്മളെപ്പോഴും ശരിയാണ്, ഞാനാണ് ശരി എന്നുള്ളൊരു ധാരണ കാരണമാണ് മെയിൻലി റിവെഞ്ച് ട്രേഡിങ് സംഭവിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ, ഞാൻ പോയിട്ടൊരു ട്രേഡിനകത്ത് കയറി. സോ ഐ അനലൈസ് ദ മാർക്കറ്റ്സ് ആൻഡ് ടുക്ക് എ ട്രേഡ്. ആ ട്രേഡ് എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തു, ലോസ് അടിച്ചു. എന്നിട്ട് ഒരു പുൾ ബാക്ക് കൂടെ നടത്തി. കുറച്ചുകൂടെ ഒന്ന് മണ്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, എന്നെ ഇറക്കിയിട്ട് മാർക്കറ്റ് ഒന്നുകൂടെ റൺ ചെയ്യാൻ പോവുക, ഞാൻ ഒന്നുകൂടെ കയറാൻ പോവുക. എൻ്റെ കൺഫർമേഷൻ അവിടെ ഇല്ല, എൻ്റെ സെറ്റപ്പ് അവിടെ ഇല്ല, എന്നെ ഓൾറെഡി ലോസിനകത്ത് ആക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇമോഷൻസ് അകത്ത് നിൽക്കുക. ആ കൂട്ടത്തിൽ പോയിട്ട് ഞാൻ ഒരു ട്രേഡും കൂടെ കയറി. അപ്പം ആ ട്രേഡ് കയറുന്നതിനുള്ള മെയിൻ റീസൺ ഇമോഷൻസ് ആണ്. പിന്നെ കഴിഞ്ഞ ലോസ്, ഇപ്പം റീസെൻ്റ്ലി ഉണ്ടായ ലോസ് റിക്കവർ ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് എൻ്റെ തലയിൽ കിടക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പോയി അടുത്തൊരു ട്രേഡിനകത്തോട്ട് കയറുന്നത്. ആൻഡ് ആ ട്രേഡും ലോസായി. ഇപ്പോൾ എനിക്ക് 2 ലോസായി. അപ്പോൾ എൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് എനിക്ക് ഒരു ദിവസം 2 ട്രേഡേ ഉള്ളൂ. ആ 2 ട്രേഡ് എന്നുള്ള സിസ്റ്റം ഞാൻ ബ്രേക്ക് ചെയ്ത് ചിലപ്പം ഒരു ട്രേഡ് കൂടെ എടുക്കും. കാരണം ഈ 2 ലോസ് എനിക്ക് ഇന്ന് റിക്കവർ ചെയ്യണം, എനിക്ക് ആ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിന്ന് അത് റിക്കവർ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡ്, അത് അടുത്തൊരു പ്രോബ്ലമാണ്. സോ ആ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അടുത്തൊരു ട്രേഡ് കയറും. ലക്കിന് നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 പ്രാവശ്യം നിങ്ങൾക്കൊരു വിന്ന് കിട്ടി, നിങ്ങളുടെ ലോസ് റിക്കവർ ചെയ്തേക്കാം. പക്ഷേ അത് നിങ്ങളുടെ മനസ്സിൽ കിടന്നിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റി, അതുകൊണ്ട് ഒന്നുകൂടെ ഇപ്പം അതേ ഒരു സിറ്റുവേഷൻ വന്ന് നിങ്ങൾക്ക് 2 ലോസ് അടിച്ച് നിൽക്കുമ്പോൾ വീണ്ടും പോയി നിങ്ങൾ ഇതേ ആറ്റിറ്റ്യൂഡിൽ പോയി കയറും. ആൻഡ് അടുത്ത പ്രാവശ്യം നിങ്ങൾക്കത് ലോസ് ആയിരിക്കും, വീണ്ടും ലോസ് ആയിരിക്കും. സോ ആ ലോസ് പിന്നെ സ്റ്റാക്ക് ചെയ്യും. ഇമോഷൻസ് കാരണമാണ് നിങ്ങൾ അവിടെ കയറുന്നത്. ഇന്ന് തന്നെ എനിക്കത് റിക്കവർ ചെയ്യണം, അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ലോസ് എനിക്ക് ഇന്ന് തന്നെ റിക്കവർ ചെയ്യണം എന്ന് പറഞ്ഞ് കയറുന്നതാണ് മെയിൻ ഇഷ്യൂ. അപ്പം നിങ്ങളവിടെ ഓവർ ലെവറേജ് ചെയ്യും, ഓവർ സൈസ് ചെയ്യും, നിങ്ങളുടെ റൂൾസ് ബ്രേക്ക് ചെയ്യും, നിങ്ങളുടെ അനാലിസിസ് തെറ്റിക്കും. ആൻഡ് യു ആർ ജസ്റ്റ് ട്രേഡിങ് ബിക്കോസ് ഓഫ് യുവർ ഇമോഷൻസ്, യുവർ ഈഗോ. ആ ഈഗോ കാരണമാണ് നമ്മളവിടെ മെയിനായിട്ട് ഫെയിൽ ആകുന്നത്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മെയിൻലി റിവെഞ്ച് ട്രേഡിങ്ങിന് കാരണമാകുന്നത്. സോ ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ദിസ് തിങ്? ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്തു? സോ എൻ്റെ കേസിൽ ഞാൻ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തു. സോ ഐ സ്റ്റാർട്ടഡ് ബിൽഡിങ് എ സിസ്റ്റം വെയർ റിവെഞ്ച് ട്രേഡിങ് ഈസ് നോട്ട് എൻ ഓപ്ഷൻ. അതിനായിട്ട് എനിക്ക് എന്നെ തന്നെ കൺട്രോളിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അത് വേറൊരു കാര്യമാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ബിക്കോസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്കിത് ആക്ഷനബിൾ ആക്കി എടുക്കണമെങ്കിൽ യു ഹാവ് ടു കൺട്രോൾ യുവർ സെൽഫ്. വേറെ ആർക്കും നിങ്ങളെ വന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്ത് ഇന്ന് എടുക്കേണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു കൺട്രോൾ യുവർ മൈൻഡ്. സോ സെൽഫ് മാസ്റ്ററി എന്നുള്ള എലമെൻറ്റ് കൂടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒറ്റയടിക്ക് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല, പക്ഷേ പയ്യെ നമുക്ക് ഹാബിറ്റ് ബിൽഡ് ചെയ്ത് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാനാണ് ശരി എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുത്ത് കളയുക. സോ ഇന്ന് എനിക്കൊരു ലോസ് അടിച്ചു, അത് എൻ്റെ അനാലിസിസ് തെറ്റിയതുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു ഒരു ഹ്യൂമിലിറ്റി അത് നമുക്ക് വേണം. അതില്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ റിവെഞ്ച് ട്രേഡിംഗ് എന്നുള്ള ഹാബിറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഹാവ് ദറ്റ് ഹ്യൂമിലിറ്റി ദാറ്റ് യു ആർ റോങ് സംടൈംസ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഐഡിയൽ സെറ്റപ്പ് കണ്ട് അതിനകത്ത് കയറിയാൽ പോലും ചില സമയത്ത് പ്രോബബിലിറ്റി നമുക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇറക്കിയിട്ട് റൺ ചെയ്യുമായിരിക്കും. ബട്ട് ദാറ്റ്സ് ഓക്കെ. അത് ഇറക്കിയിട്ട് പിന്നെയും നമ്മുടെ ഐഡിയൽ സെറ്റപ്പ് കാണുന്നുണ്ടെങ്കിൽ കയറുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് വിത്തൗട്ട് യുവർ എക്സൈറ്റ് സെറ്റപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡ് ഐഡിയ അവിടെ ഇല്ലെങ്കിൽ നിങ്ങളതിനകത്ത് കയറാതിരിക്കുക. അതാണ് ഫസ്റ്റ് തിങ്. സോ ടേക്ക് അവേ ദാറ്റ് തോട്ട് ദാറ്റ് യു ആർ റൈറ്റ് ഓൾവേസ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ദ നമ്പർ ഓഫ് ട്രേഡ്സ്. നിങ്ങൾക്ക് ഒരു ദിവസം എടുക്കാൻ പറ്റുന്ന ട്രേഡ്സിൻ്റെ എണ്ണം ചുരുക്കുക. ഞാൻ എൻ്റെ കേസിൽ 2 ട്രേഡാണ് വെച്ചേക്കുന്നത്. സോ 2 ട്രേഡ് കഴിഞ്ഞാൽ ഞാൻ ചാർട്ട് അടച്ചു വെക്കും. ഐ വിൽ നോട്ട് ട്രേഡ്. അത് ഞാൻ എടുക്കുന്ന ഒരു ഡിസിഷനും കൂടിയാണ്. 2 ട്രേഡ് കഴിഞ്ഞാൽ ഇനി ട്രേഡ് എടുക്കത്തില്ല എന്നുള്ള ഡിസിഷൻ ഞാൻ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ 2 ട്രേഡ്സ് പെർ ഡേ എന്നൊരു ബുക്കിനകത്ത് എഴുതി വെച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യണമെന്നില്ല. യു മൈറ്റ് ടേക്ക് അനദർ ട്രേഡ്. അപ്പോൾ നിങ്ങളെ തന്നെ കൺട്രോൾ വെക്കേണ്ട കാര്യം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ മേക്ക് എ റൂൾ ദാറ്റ് യു ഹാവ് 1 or 2 ട്രേഡ്സ് പെർ ഡേ.
അത് ലിമിറ്റ് ചെയ്യുക. ട്രേഡിൻ്റെ എണ്ണം കുറയ്ക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസും ആവും, നിങ്ങളുടെ ലോസ് വരുന്നതിൻ്റെ അളവ് കുറയുകയും ചെയ്യും. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. പിന്നെ അടുത്തൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ എനിക്ക് ഉണ്ടായ ലോസ് ഞാൻ ഇന്ന് തന്നെ റിക്കവർ ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റി വെക്കുക. അതാണ് നിങ്ങളുടെ ലോസ് സ്പൈറൽ ചെയ്യാനുള്ള മെയിൻ റീസൺ. ആ ആറ്റിറ്റ്യൂഡ് മാറ്റി വെക്കുക. ഇന്ന് തന്നെ എനിക്ക് ആ പൈസ റിക്കവർ ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ചിട്ട് നാളെ ഇനി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നാളെ എൻ്റെ ഐഡിയൽ സെറ്റപ്പ് കാണുമ്പോൾ കയറി ട്രേഡ് എടുത്താൽ മതി, എനിക്കിത് പയ്യെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുക. സോ ചേഞ്ച് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ടു ഇന്ന് തന്നെ എനിക്ക് റിക്കവർ ചെയ്യണം, അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ എനിക്ക് ഫുൾ പോയ പ്രോഫിറ്റ്സ് ഫുള്ള് റിക്കവർ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് എനിക്ക് തിരിച്ച് ഡ്രോ ഡൗൺ ഇന്ന് തന്നെ തിരിച്ച് കയറ്റണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റി വെക്കുക. സോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾ ഒരുപാട് പ്രോഗ്രസ് ചെയ്യും. ഒരുപാട് പ്രോഗ്രസ് ചെയ്യും. ആറ്റിറ്റ്യൂഡിനാണ് മെയിൻ ഇഷ്യൂ. നമ്മളാണ് ശരി, ഇന്ന് എനിക്ക് ആ ട്രേഡ് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കൺട്രോൾ വെക്കേണ്ടത്. സോ ഡു നോട്ട് ഫോൾ ഫോർ ദ ട്രാപ്പ് ഓഫ് ഓൾ ദീസ് ഇമോഷൻസ്. അതിന് പകരം അതിനെ കൺട്രോൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ബിൽഡ് എ സിസ്റ്റം അറൗണ്ട് ഇറ്റ്. നിങ്ങളുടെ ഐഡിയൽ പ്ലാൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുക, അത് എഴുതി വെക്കുക. അത് കാണുമ്പോൾ മാത്രം ട്രേഡ്സ് എടുക്കുക. ആ ട്രേഡ് വിൻ ഓർ ലോസ് ആയിക്കഴിഞ്ഞാലും ആ ഒരു ഔട്ട്കമ്മിൽ നിന്ന് അങ്ങ് ഡീറ്റാച്ച് ചെയ്യുക. എനിക്ക് കുഴപ്പമില്ല, ഇന്നൊരു ലോസ് അടിച്ചാലും കുഴപ്പമില്ല, എൻ്റെ പ്ലാൻ അനുസരിച്ചാണ് ഞാൻ പോയെങ്കിൽ എനിക്ക് ലോസ് അടിച്ചാലും കുഴപ്പമില്ല, ഐ ആം റെഡി ടു അക്സെപ്റ്റ് ദ മിസ്റ്റേക്ക് ദറ്റ് ഐ മെയ്ഡ്. പിന്നെ നാളെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നല്ല ട്രേഡ്സ് ഉണ്ടെങ്കിൽ അന്നേരം ഞാൻ പോയി എടുത്താൽ മതി. വെറുതെ ഞാൻ എൻ്റെ ഇമോഷൻസ് കാരണം കൂടുതൽ ട്രേഡ് എടുത്ത് ലോസ് ആക്കി അത് സ്റ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. ഇങ്ങനെ കുറച്ച് കുഞ്ഞു ഹാബിറ്റ്സ് നിങ്ങൾ സോർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റിവെഞ്ച് ട്രേഡിംഗ് എന്നുള്ള ഇതിനകത്തുനിന്ന് മാറി നിൽക്കാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലോസ് അടിച്ചു കഴിഞ്ഞാൽ ആ റൂമിൽ നിന്ന് ഇറങ്ങി നടക്കുക, പുറത്തോട്ട് ഇറങ്ങി നടക്കുക. നിങ്ങൾ ചാർട്ടിന് ഫ്രണ്ടിൽ ലോസ് അടിച്ചതിന് ശേഷം ഇരിക്കുന്നതാണ് ചിലപ്പം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ഒരു ട്രേഡ് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചാർട്ടിന് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഓക്കെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഒരെണ്ണം എടുത്തു നോക്കിയാൽ ചിലപ്പോൾ വർക്കൗട്ട് ആകും എന്നോർത്തിട്ട് നിങ്ങൾ അതിനകത്ത് കയറും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നടക്കുക, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ്സ് പുറത്തിറങ്ങി നടന്നിട്ട് തിരിച്ചു വരിക. അപ്പോൾ നിങ്ങളുടെ ഐഡിയൽ പ്ലാനിനനുസരിച്ച് വീണ്ടും ഒരു സെറ്റപ്പ് നിങ്ങളുടെ ഡയറക്ഷനിൽ തന്നെ ഉണ്ടെങ്കിൽ കയറുക, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡയറക്ഷൻ തെറ്റിപ്പോയതാണെങ്കിൽ ചിലപ്പം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് ചിലപ്പോൾ റിവേഴ്സ് ചെയ്യുമായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ പ്ലാൻ ചിലപ്പം അല്ലെങ്കിൽ ഐഡിയൽ സെറ്റപ്പ് ചിലപ്പോൾ ഫോം ചെയ്യും. ആ സമയത്ത് കയറിയാൽ മതി, എന്തിനാ ധൃതി വെക്കുന്നത്? സോ ഹാവ് ദറ്റ് പേഷ്യൻസ്, ജസ്റ്റ് വാക്ക് ഔട്ട്. എന്നിട്ട് രണ്ട് ട്രേഡും ഇന്ന് ലോസ് ആയി എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോർമൽ ടു ഹാവ് എ ലൂസിങ് ഡേ. അത് അക്സെപ്റ്റ് ചെയ്യുക. റെഡ് ഡേയ്സും റെഡ് വീക്സ് ഒക്കെ എല്ലാ ട്രേഡേഴ്സിനും സംഭവിക്കുന്നതാണ്, ഏറ്റവും ബെസ്റ്റ് ട്രേഡേഴ്സിന് വരെ സംഭവിക്കുന്ന കേസാണ്. സോ ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. ചില സമയത്ത് ഇറ്റ് വുഡ് ബി എ ബാഡ് ഡേ അല്ലെങ്കിൽ ബാഡ് വീക്ക്, അത് കുഴപ്പമില്ല, അത് അക്സെപ്റ്റ് ചെയ്യാനും കൂടെ പറ്റണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സോർട്ട് ചെയ്ത് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് റിവെഞ്ച് ട്രേഡിംഗ് എന്നുള്ള ഫാക്ടർ അവോയ്ഡ് ചെയ്യാൻ പറ്റും. മെയിനായിട്ടും മൈൻഡ് സെറ്റ് ആണെന്ന് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. ഇതെല്ലാം നിങ്ങൾ റൂളായിട്ട് എഴുതി വെച്ചാൽ പോലും ചിലപ്പോൾ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. സോ നോ വൺ ഇസ് ഗോണ ഡു ദറ്റ് ജോബ് ഫോർ യു. സോ യു ഹാവ് ടു പുട്ട് ഇൻ ദ വർക്ക്. അപ്പം റൂൾസ് എഴുതി വെക്കുക. 2 ട്രേഡ് എന്നുള്ളത് 2 ട്രേഡിൽ നിർത്താൻ പറ്റണം. ആൻഡ് ഒരു ട്രേഡ് കഴിഞ്ഞ് ലോസ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് വാക്ക് ഔട്ട്, ബി കൂൾ. ആ റിസ്ക് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ട്രേഡിനകത്ത് എൻ്റർ ചെയ്യുന്നത് തന്നെ നമുക്ക് റിസ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രേഡിനകത്തോട്ട് കയറുന്നത്. സോ അക്സെപ്റ്റ് ദ റിസ്ക് ദാറ്റ് ഐ എം ഓക്കെ വിത്ത് ലൂസിങ് ദിസ് എമൗണ്ട് ഓഫ് മണി ഇഫ് ഇറ്റ് ഗോസ് അഗെയിൻസ്റ്റ് മീ എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ട്രേഡിനകത്തോട്ട് കയറുക. സോ പയ്യെ മാത്രമേ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് നെവർ ഫൊർഗെറ്റ് ടു ജേർണൽ. നിങ്ങൾ എല്ലാ ട്രേഡ്സും ജേർണൽ ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ റിവെഞ്ച് ട്രേഡിംഗ് ആണ് ആ റീസണെങ്കിൽ അതിനകത്ത് എന്തുകൊണ്ട് ഇന്നത് സംഭവിച്ചു എന്നുള്ളത് എഴുതി വെക്കുക. ആൻഡ് യു ക്യാൻ സോർട്ട് ഇറ്റ് ഔട്ട്. പയ്യെ നിങ്ങൾക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റാണ്. ഞാൻ 1.5 വർഷമായിട്ട് ഇത് ചെയ്യാറേ ഇല്ല, റിവെഞ്ച് ചെയ്യാറേ ഇല്ല. ആൻഡ് ഐ എം സൂപ്പർ പ്രൗഡ്. അപ്പം ഐ ഹാവ് ബിക്കം എ ബെറ്റർ ട്രേഡർ എന്നുള്ള കാര്യം കൂടി എനിക്ക് മനസ്സിലായി. ഐ എം ബെറ്റർ ദാൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ജസ്റ്റ് കമ്മിങ് ഇൻ ടു ദ മാർക്കറ്റ്, ഹു ആർ ബിഗിനേഴ്സ് ഇൻ ദ മാർക്കറ്റ്, ഹു കനോട്ട് കൺട്രോൾ ദ ഇമോഷൻസ്. സോ നിങ്ങൾക്കും ഒരു ബെറ്റർ ട്രേഡർ ആണോ, നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ മേ ബി സ്റ്റാർട്ട് ബിൽഡിംഗ് ദോസ് സ്മോൾ ഹാബിറ്റ്സ് ആൻഡ് യു വിൽ ബിക്കം ബെറ്റർ. So this is how I stopped revenge trading and this is how I built a system around it. നിങ്ങളും ഇത് ട്രൈ ഔട്ട് ചെയ്യുക and never think that it's impossible to stop this habit. ഇത് നമുക്ക് പറ്റുന്നതാണ്, പയ്യെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാബിറ്റാണ്. So never stop trying. നിങ്ങളും never stop trying and keep going. ഈ സീരീസിനകത്ത് ഇതായിരിക്കും ഫസ്റ്റ് ടോപ്പിക്. ഐ വിൽ ബി ഡിസ്കസിങ് ഓൺ മോർ ടോപ്പിക്സ്. നമുക്ക് ഇനിയും ഒരുപാട് ഇമോഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് വി വിൽ ഗെറ്റ് ഇൻ ടു എവറിത്തിങ് ദാറ്റ് നീഡ്സ് ടു ബി സോർട്ടഡ് സൈക്കോളജിക്കലി. എല്ലാവർക്കും ടെക്നിക്കൽസ് പറഞ്ഞു തരാൻ ഒരുപാട് പേര് യൂട്യൂബിനകത്തുണ്ട് ഫ്രീ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ബട്ട് സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്ന മലയാളികൾ വളരെ ചുരുക്കമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഐ എം എൻറ്ററിങ് ഇൻ ടു ദാറ്റ് സ്പേസ് ആൻഡ് ഗിവിംഗ് യു ദ ബെസ്റ്റ് അഡ്വൈസ് ഐ ഹാവ് ലേൺ ഫ്രം മൈ ട്രേഡിംഗ് കരിയർ. സോ നിങ്ങൾക്ക് ഒരു ബെറ്റർ ട്രേഡർ ആകാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് പ്രോഗ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ഹാബിറ്റ്സ് എലിമിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഷ്യൂർലി ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. സോ ജസ്റ്റ് ട്രൈ ദീസ് മെത്തേഡ്സ്
and let me know if it works for you. Bye.